ഇതിനൊരു കാരണം എന്താണ്, അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒരു കാരണം വേണമല്ലോ, പഠിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് കുട്ടിക്കൊരു, ഞാൻ ആദ്യം ചോദിച്ചു ഉറങ്ങുന്നതിന് ഡിസ്റ്റർബൻസ് ഉണ്ടോന്ന് ചോദിച്ചു. ഉറക്കത്തിൽ ഈ കുട്ടിക്ക് വളരെയേറെ ഫിയർ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും അതിനെന്താ കർമ്മ എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലുള്ള ഇംപ്രഷൻസ് അല്ലേ, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ, ഒന്നുമല്ല. അത് പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ എനർജി സെന്റേഴ്സ് നമ്മൾക്ക് ചിന്തകള് പോസിറ്റീവായിരിക്കും. കാരണം ഈ നമ്മളെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ ഒരു സംഘാതമാണല്ലോ, നമ്മുടെ മനസ്സ് ശരീരമൊക്കെ. അപ്പോൾ അത് നമ്മളുടെ ഒരു എനർജി സെന്റേഴ്സും പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. നമസ്കാരം. അൺഎക്സ്പ്ലെയിൻഡ് എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ്, ഒരുപാട് ആൾക്കാർ അവരവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ നമ്മൾ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എൻകറേജ്മെൻറ്റ്. സോ താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കടക്കാം. ചേച്ചി, ഇന്ന് നമ്മൾക്ക് ചോദിക്കാനുള്ള, ആക്ച്വലി നമ്മൾക്ക് കുറച്ച് പേര് നമുക്ക് അയച്ച ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ശരിക്കും നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മളുടെ എഫേർട്ടിന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നമ്മൾ കാണും. നമ്മൾ കുട്ടികളാണെങ്കിൽ, വിദ്യാർത്ഥികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് അവർക്ക് കാണാൻ പറ്റില്ല, ഓർമ്മ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇതൊക്കെ അവർക്കൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ എപ്പോഴും നമ്മുടെ ഗ്രോത്തിനൊരു തടസ്സമാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കാട്ടിലും ആരെങ്കിലും അപ്പോൾ പെർഫോം ചെയ്യും, നമ്മൾക്കൊരു എല്ലപ്പോഴും ഒരു തടസ്സമായിട്ട്. അപ്പം ഇത് ശരിക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ, നമ്മുടെ എഫേർട്ടിൻ്റെ കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എഫേർട്ടിൻ്റെ നമ്മൾ എഫേർട്ട് ഇടണം, പക്ഷെ കറക്റ്റ് എഫേർട്ട് ഇടണം എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ എന്നൊക്കെ പറയുമല്ലോ. അപ്പം നമ്മളുടെ ഇഷ്യൂ ആണോ, അതോ വേറെ എന്തെങ്കിലും ആസ്പെക്ട്സും ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? രണ്ടും ഉണ്ട് കവിത. ചില കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കത്തില്ല കറക്റ്റായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മളുടെ ഒരു കർമ്മഫലം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു സപ്പോർട്ടൊക്കെ ഒരു പ്രധാന ഘടകമാണ്. അതൊരു ജനറൽ കാര്യം. അല്ലാതെ വേറെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് നമ്മുടെ ശ്രദ്ധയപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അത് അങ്ങനത്തെ ഒരു കാര്യം ഞാനിപ്പോ ഒന്ന് പറയാം. എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു ദിവസം ഉണ്ടായത്. ഒരു അമ്മ അവരുടെ കുട്ടിയെ പറ്റി ചോദിക്കാൻ വേണ്ടിയായിരുന്നു എന്നെ സമീപിച്ചത്. കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ആസ്ട്രോഫിസിക്സ് ആണ് വേണ്ടത്. അപ്പോ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും അത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഓപ്ഷനൊന്നും ഇല്ല, എടുക്കുന്നില്ല, ഇത് തന്നെ വേണം. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് വരുമ്പോ തൃപ്തികരമായി വരുന്നില്ല. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരുമല്ലോ. നന്നായി വർക്ക് ചെയ്യുന്നു, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് വരുന്നില്ല. ഇനി ഇത് കിട്ടിയില്ല എങ്കിൽ മാതാപിതാക്കൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, കുട്ടി വേറെ ഒന്നും എടുക്കാൻ തയ്യാറല്ല. വളരെ കുറച്ച് അറിയാമല്ലോ, ഇന്ത്യയിൽ വളരെ കുറച്ച് സാധ്യതകളെ ഉള്ളതിന്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് അവര് സമീപിച്ചത്. അപ്പൊ ഗ്രഹനില ഞാൻ ചെക്ക് ചെയ്തപ്പോ കണ്ടത്, പഠിപ്പിന്റെ സ്ഥാനമുണ്ട് ജാതകത്തിലെ 2ാം ഭാവം കൊണ്ട്, ബുധനെ കൊണ്ടൊക്കെ പല അതുകൊണ്ടാണ് പറയുന്നത്. പല ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ 2ാം ഭാവത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം വളരെ നല്ലതായിട്ട് നിൽക്കുകയാണ്, ചന്ദ്രന്റെ കൂടെ നിൽക്കുകയാണ്. പാപഗ്രഹങ്ങളുടെ ഒന്നും ബന്ധമൊന്നുമില്ല, അതായത് പാപഗ്രഹങ്ങളുടെ ബന്ധമില്ല എന്ന് പറഞ്ഞ തടസ്സങ്ങളൊന്നുമില്ല. 100% ഇത് സാധ്യതയാണ് ഈ ആസ്ട്രോഫിസിക്സ് കുട്ടിക്ക് പഠിക്കാനായിട്ട്, അതിൽ റിസർച്ച് ചെയ്യാനും ഒക്കെ ഉള്ള യോഗ്യതയുള്ള ഒരു കുട്ടിക്ക്. റിസർച്ച് ആണോ താല്പര്യം? റിസർച്ചാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു റിസർച്ചാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതിനെല്ലാം ഉള്ള യോഗമുണ്ട്, പക്ഷെ കുട്ടിക്ക് വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടുന്നില്ല റിസൾട്ട് ലെവലിലേക്ക് വരുമ്പോൾ. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ഇതിനൊരു കാരണം എന്താണ്, അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒരു കാരണം വേണമല്ലോ, പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത് കുട്ടിക്കൊരു, ഞാൻ ആദ്യം ചോദിച്ചു ഉറങ്ങുന്നതിന് ഡിസ്റ്റർബൻസ് ഉണ്ടോന്ന് ചോദിച്ചു. അവർ ഞാൻ ഉണ്ട്, ഉറക്കത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഉറങ്ങുന്നെങ്കിൽ അമ്മ കൂടെ, 10-16 വയസ്സ് കഴിഞ്ഞു കുട്ടിയാണ്, അമ്മ കൂടെ ഉണ്ടാവണം.
അമ്മ കുട്ടിയുടെ കൂടെ കുറച്ച് സമയം ഉറങ്ങുന്നത് വരെ കിടക്കണം. അപ്പൊ ആ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഇവിടെ അടുത്ത് 5 മിനിറ്റ് കിടക്കണം പോലും. ഇനി അമ്മയ്ക്ക് വല്ല തിരക്കൊക്കെ ആണെങ്കിൽ ഉറങ്ങിയതിന് ശേഷം പോലും അമ്മയുടെ ഒരു പ്രസൻസ് ആ കുട്ടി അറിയുന്നുണ്ടെന്നുള്ളതാണ് അവര് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഉറക്കത്തിന് സുഖം ഒരു കാംനെസ് വരണമെങ്കിൽ ഉറങ്ങണം എങ്കിൽ അമ്മ വേണം. അപ്പൊ എനിക്ക് മനസ്സിലായത് ഉറക്കത്തിൽ ഈ കുട്ടിക്ക് വളരെയേറെ ഫിയർ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്നത്. അപ്പൊ ഉറക്കത്തിൽ അസ്വസ്ഥമായിരിക്കുക മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് കാമല്ല എന്നാണല്ലോ. നമ്മളെ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന ഉറക്കത്തിലാണ്. നമ്മൾ ആ ഒരു സുഷുപ്തി അവസ്ഥയിലേക്ക് പോയി സ്വസ്ഥമായിട്ട് രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റ് വരുന്നു. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ പല ചിന്തകളിൽ ആണ്. ഉറങ്ങുമ്പോഴും നമ്മളുടെ മനസ്സിൽ ചിന്തകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഈ കുട്ടിയെ ഈ ഫിയറിലാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്തോ ഉറക്കം വരെ നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തോ ഒരു ഭയം. ഉറക്കത്തിലും ഭയന്നാണ് ഇരിക്കുന്നത്. അത് ശരി. അപ്പൊ നമ്മൾ ഭയന്നിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത കുറവ് വരും അല്ലേ. വളരെ ശക്തമായിട്ട് നമ്മൾ ഭയന്നിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ പഠിപ്പുമായിട്ട് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴേ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനായിരിക്കും ഈ കുട്ടി ഭയപ്പെടുക എന്നുള്ളതായി പിന്നെ അടുത്ത എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ ഗ്രഹനിലയിലേക്ക് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനൊരു ചോദ്യം ചോദിച്ചവരോട്, ഇതിന്റെ ഈ കുട്ടിയുടെ ഇളയ കുട്ടികൾ ഉണ്ടാകാനായിട്ട് കുഞ്ഞിന് താല്പര്യം ഇല്ലായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറയും തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഭയങ്കരമായിട്ട് പറഞ്ഞു സർപ്രൈസിങ് ആയിട്ട് പോയി അവർക്കത്. അപ്പൊ അതെ വളരെയേറെ പിന്നെ വളരെ ദേഷ്യമായിരുന്നു. ഇവർക്ക് കുട്ടി ഉണ്ടാകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ വൈരാഗ്യമായിട്ടും ദേഷ്യമായിട്ടും ഇന്റൻസ് ആയിട്ട് കുട്ടി അതിനെ എതിർത്തു. കുട്ടികളെ പോലെ അല്ല സാധാരണ എല്ലാ കുട്ടികൾക്കും താഴെയുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ പൊസസീവ്നെസ്സും ചെറിയ പ്രശ്നങ്ങളൊക്കെ സെക്യൂരിറ്റി എല്ലാം ഉണ്ടാകും. നമുക്കറിയാം, അത് കോമൺ ആണല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല. അതിശക്തമായൊരു ആ ഫീലിങ്ങോടുകൂടി കുട്ടി അതിനെ സമ്മതിച്ചില്ല. അതുകൊണ്ട് മാത്രം അവർക്ക് വേറെ കുട്ടികൾ ഉണ്ടായതുമില്ല. അപ്പൊ വീണ്ടും പിന്നെ ആ ഒരു നമുക്ക് അങ്ങനെ ഏതൊരു കടങ്കഥ പോലെയാണല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് പോലെയാ, ഒരു പരിചയമില്ലാത്ത വഴിയെ പോകുന്നത് പോലെയാണല്ലോ ഇതൊരു രസകരമായ കാര്യം. അപ്പൊ അടുത്തത് ഞാൻ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ പറയുന്നത് എന്നാലോചിച്ചു. പിന്നെ നോക്കുമ്പോ അതിൽ കണ്ട കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാല്, ഈ കുട്ടി കഴിഞ്ഞ ജന്മത്തില് ഈ അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ ഒരു പേടി കുട്ടിക്കുണ്ട്. നിങ്ങളോട് ഈ കുട്ടിക്ക് അറ്റാച്ച്മെന്റ് കൂടുതലാണോ, അച്ഛനോട് അമ്മയോടാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്നോടാണ് എല്ലാ കാര്യവും വളരെ ക്ലോസ് ആയിട്ട് ഈ കുട്ടി പറയുന്നതും. എന്നോടും അത്രയധികം ആത്മബന്ധമാണ്. അച്ഛനോട് കുഴപ്പമില്ല. അച്ഛന്റെ മുന്നില് പിന്നെ തെറ്റുകളൊന്നും ഇല്ലാതെ കുട്ടികളൊന്നും നല്ല കുട്ടിയായിരിക്കണം. എന്റെ മുന്നിൽ അങ്ങനെയല്ല, നേരെ തിരിച്ച അച്ഛന്മാരുണ്ട്. എന്റെ അടുത്ത് അങ്ങനെയൊന്നുമില്ല. വളരെ വളരെ ക്ലോസ് ആണ്. അപ്പൊ വളരെ ഒരു ഫ്രീഡമാണ്. അവൾ എങ്ങനെയാണോ അങ്ങനെ എൻ്റെ അടുത്ത് അവള് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. വീണ്ടും അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്കൊന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ ജന്മം നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, അതിന്റെ ഫിയറാണ് ഉള്ളതെന്ന് പറഞ്ഞു. സെയിം അമ്മ സെയിം അമ്മ. അത് ശരി. സെയിം അമ്മ തന്നെ. അപ്പോഴാണ് ഞാൻ അപ്പോഴും പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അത് മിക്കവാറും പ്രസവത്തോടു കൂടിയാവാനാണ് സാധ്യത. അമ്മ രണ്ടാമത് പ്രസവിച്ച സമയത്ത് അവര് ഡെലിവറിയോട് കൂടിയിട്ട് അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതിശയകരമായിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടി എപ്പോഴും അമ്മയുടെ വയറിൽ ഇങ്ങനെ തലോടി നോക്കും, വയറിൽ തപ്പി നോക്കും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇത് ഉറക്കത്തിൽ പോലും അമ്മ കൂടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും അമ്മയുടെ വയറിൽ തലോടി നോക്കുന്നു. അതെന്തായിരിക്കും? വയറില് കുട്ടി ഉണ്ടായോണ്ടല്ലേ ഇവർക്ക് നഷ്ടമായത്. ആ ഫിയർ ഉള്ളത്. ഫിയർ ഉള്ളത്. അപ്പൊ ആ ഒരു സാധനം അമ്മയുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട ഫിയർ കൊണ്ട്. അങ്ങനെ. അപ്പൊ അത് ആ ഒരു ഫിയറാണ് ഈ കുട്ടിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പൊ ആ അമ്മയെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അറ്റാച്ച്മെന്റും ഈ ഒരു ഫിയർ കിടക്കുന്നത് കൊണ്ടാണ് കുട്ടിക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ സക്സസ് ആകാൻ പറ്റാതിരിക്കുന്നത്. പക്ഷെ ആദ്യം ഞാനെന്ത് ആ ഒരു സാഹചര്യത്തിൽ അവരോട് പറഞ്ഞു, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ 90% നോൺ വെർബൽ ആണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് അമ്മ ഹാപ്പി ആയിരിക്കണം. കുട്ടിക്ക് ഇങ്ങനെ ഒരു ഫിയർ, കുട്ടി ചെറിയ കുട്ടി ആയതുകൊണ്ട് അതിനോടൊപ്പം ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുട്ടിക്ക് അങ്ങനെ ഒരു ഫിയർ ഉണ്ടാകാതെ
അമ്മ പ്ലസന്റ് ആയിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞും അതേപോലെ തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം നല്ല ആരോഗ്യ ഒരു സന്തോഷമായിട്ടിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ അവസാനം അവര് പോകാൻ സമയം ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ അവരുടെ ഗ്രഹനില ടൈമും അമ്മയുടെ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മയുടെ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ ഇതേ കാര്യം തന്നെ കാണുകയും ചെയ്തു. മാത്രമല്ല അമ്മ വളരെയേറെ ഒരു അമ്മയുടെ മനസ്സിൽ, കുട്ടിയുടെ മനസ്സിൽ ഫിയർ ആണുള്ളതെങ്കിൽ അമ്മയുടെ മനസ്സിൽ ദുഃഖം ഭയങ്കരമായിട്ടുണ്ട്. അതവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡീറ്റെയിൽസ് ചോദിച്ചത്. അമ്മ ഭയങ്കരമായിട്ട് ദുഃഖത്തിനെ ഇങ്ങനെ പേറുന്നുണ്ട്, പെയിൻ ഉണ്ട് ഉള്ളിൽ. അതും ക്യാരിഡ് ഫോർവേഡ് കഴിഞ്ഞ. അതെ അതെ അതെ. ആ പെയിന് അമ്മയുടെ ഉള്ളിലിരിക്കുന്നു, കുട്ടിയുടെ ഉള്ളിൽ ഫിയർ ഇരിക്കുന്നു. ഇത് രണ്ടും അവരെ അവബോധത്തിലേക്ക് വന്ന് അത് ഇല്ലാതാവും. ഇപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും അതിന്റെ ഒരു പിന്നെ ആ ഒരു കർമ്മബന്ധം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വൈബ്രേഷൻ, അത് വൈബ്രേഷൻ നമ്മൾ പറയട്ടെ, അത് നമ്മൾ തിരിച്ചറിയുന്നത് വരെയാണ്. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, ഇവിടെ ഒരു ഡാർക്ക് റൂം ആണെങ്കിൽ ഒരു ലൈറ്റ് ഇട്ടാൽ പിന്നെ ഇരുട്ടിനിരിക്കാൻ പറ്റില്ല എന്നുള്ളത് പോലെ തന്നെ മനസ്സിലുള്ള ഇംപ്രഷൻസ് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം തന്നെ അത് അപ്രത്യക്ഷമാവും. അപ്പൊ അവരതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ശരിക്കും അതിന്റെ ഒരു റെമഡി എന്ന് പറയുന്നത്. പിന്നെ മനസ്സിൽ നമ്മളിപ്പോ ഒരു കാര്യം സംഭവിച്ചാൽ, നമ്മളിപ്പോ ഒരു മുറിവുണ്ടായാൽ അതിലൊരു മരുന്ന് പുരട്ടുന്നത് പോലെ വേണമെങ്കിൽ എന്തെങ്കിലും ദാനങ്ങളോ ജപങ്ങളോ യോഗയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ആ കർമ്മബന്ധത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഏറ്റവും വലിയ മാർഗം. അതാണ്. അപ്പൊ ഈ നമുക്കിപ്പോ ഈ ഒരു സാധനം വി ആർ ബൗണ്ട് ബൈ കർമ്മ എന്ന് പറയും. ഈ ബൈൻഡിങ് ആണ് അവിടെ നമുക്ക് ആ ബൈൻഡിങ്ങിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. എല്ലാ കർമ്മവും ഇങ്ങനെ തന്നെയാണ്. കർമ്മങ്ങൾ അങ്ങനെയാണല്ലോ. അതിന്റെ തിരിച്ചറിയുമ്പം അതിന്റെ അത് ആ ഒരു ഇതിൽ നമുക്ക് പുറത്ത് നമ്മൾ തിരിച്ചറിയുമ്പം നമ്മള് മറ്റൊരാൾ നമ്മളോട് പറയണ അങ്ങനെ നമ്മുടെ പൂർവ്വജന്മകർമ്മം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു നമുക്കറിയാം. പക്ഷെ അതൊരു കേട്ടുകേഴ്വി മാത്രമാണ്. നമ്മളിതിപ്പോ വ്യക്തമായ മനസ്സിലായി, സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവും. നമ്മളിത് ഓരോ ചോദ്യങ്ങളും ചോദിച്ചിട്ട് അവർക്കത് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മളും അത് തന്നെ, നമ്മളും അങ്ങനെ തന്നെ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് തന്നെയാണല്ലോ അത് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെ മനസ്സിലാകുമ്പോൾ അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ഒരു കർമ്മബന്ധത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കും. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ കർമ്മം ബൗണ്ട് ബൈ കർമ്മ എന്ന് പറയുന്നത് മനസ്സിന്റെ തലത്തിലാണല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതിനെന്താ കർമ്മ എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലുള്ള ഇംപ്രഷൻസ് അല്ലേ, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. ഒന്നുമല്ല. മനസ്സിൽ ഫിയർ, മനസ്സിൽ കുറ്റബോധം, മനസ്സിൽ ഇതെല്ലാം ഉള്ളിടത്തോളം കാലം ഒരു ആ ഇംപ്രഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഉള്ളിൽ നിൽക്കും. അത് നമ്മളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു കാഴ്ച കണ്ടാലും നമ്മൾ രണ്ട് രീതിയിലല്ലേ ഗ്രഹിക്കുന്നത്. അത് നമ്മളുടെ ആ മനസ്സനുസരിച്ചാണ്, ഇന്നർ മൈൻഡ് അനുസരിച്ചാണ് അത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. ഇന്നർ മൈൻഡ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ അനവധി ജന്മങ്ങൾ കൊണ്ട് നമ്മൾ ആർജിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് യാത്ര പോകുന്നതായിരിക്കാം. ഞാൻ വണ്ടിയിൽ കയറി കൊട്ടാരക്കര കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കോട്ടയത്ത് നിന്ന് കണ്ണു തുറക്കുന്നത് ഞാൻ തന്നെയല്ലേ. എനിക്കൊരു വ്യത്യാസവും ഇല്ല. എൻ്റെ ചിന്തകളും എൻ്റെ മനോഭാവങ്ങളും എല്ലാം അതുപോലെ തന്നെയല്ലേ. അതുപോലെയാണ് നമ്മളുടെ ജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള സാധനമാണ്. അതിനെ മാത്രമാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ആരോ മുകളിലിരുന്ന് നമുക്കൊരു കർമ്മ ഇങ്ങനെ അലോട്ട് ചെയ്തിട്ട് നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്ന ആ എന്താ പറയണ ഇംപ്രഷൻ അത് നല്ലതുമാകാം മോശവുമാകാം. അത് ശക്തമായ ഇംപ്രഷൻ അവിടെയുണ്ട്. ഇപ്പൊ ഫിയർ ആണെങ്കിൽ ആ ഫിയർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ദുഃഖമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് അതിനെ തിരിച്ചറിയുക എന്നുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ആ അവബോധം ഉണ്ടാകുമ്പോൾ ആ നിമിഷം തന്നെ വ്യത്യാസം വരും. അപ്പം ഈ കുട്ടിയുടെ ഒരു അതായത് എഫേർട്ടിന്റെ റിസൾട്ട്സ് വരാത്തത് ഉള്ളിൽ ഉള്ള ഈ ഭയവും അമ്മയുടെ ഉള്ളിലുള്ള ഈ വേദനയും രണ്ടും ഈ കുട്ടിക്ക് തടസ്സമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും രണ്ടും ആ കുട്ടിക്ക് തടസ്സമാണ്. അമ്മയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ആ പെയിന് കുട്ടിക്ക് അത് റിഫ്ലക്ട് ചെയ്യും. തിരിച്ച് അറിയുന്നില്ല, രണ്ടുപേരും അത് അറിയുന്നില്ല. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 10% അല്ലേ, 10% താഴെയാണെന്നാണ് ഇപ്പം മോഡേൺ സയൻസ് പറയുന്നത്. ബാക്കി 90% നോൺ വെർബൽ ആണ് നമ്മുടെ ഇന്നർ
അൺകോൺഷ്യസ് മൈൻഡ്. അതാണ് നമ്മളിലുള്ള ശക്തി, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന ആ ഒരു കാര്യം. അതെന്ന് പറയുന്നത് ടോട്ടലി നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങളുമായിട്ട് കണക്റ്റഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എനിക്കതൊരു ചോദ്യം, ഇപ്പം ചേച്ചി പറഞ്ഞു ആ കുഞ്ഞിനോട് പറയണ്ട, അമ്മയുടെ മനസ്സിൽ സ്നേഹവും സമാധാനവും ഉണ്ടായാൽ തന്നെ കുഞ്ഞിലൊരു അപ്പൊ അവിടെ ഒരു ചെറിയൊരു ആ കുട്ടി തിരിച്ചറിയാതിരിക്കുമ്പോ ആ ഫിയർ മാറൂലല്ലോ. ആ ഫിയർ മാറിയാലല്ലേ ഇത് ചെയ്യുള്ളൂ. ഒന്നത് കൊച്ചുകുട്ടിയായതുകൊണ്ട് ഇത് പറയണതിൻ്റെ ഒരു വ്യാപ്തിയോ അതിൻ്റെ ഒരു ഡെപ്തോ ഒക്കെ അതിന് മനസ്സിലാവാൻ കഴിവുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത് പുതിയൊരു തലമുറയാണ്, അവർക്ക് കാണാത്ത ഒന്നിനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു തലമുറയാണ്. അവർ കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ കുട്ടിയോട് പറയേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പൊ അതാ എന്റെ ചോദ്യം. പറയാതിരുന്നാലും അമ്മയിൽ മാറ്റം വന്നാലും ഈ കുട്ടിയുടെ എക്സ്പീരിയൻസിൽ മാറ്റം ഉണ്ടാവുമോ? 100% ഉണ്ടാവും. അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അപ്പൊ അമ്മ ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളത് കുഞ്ഞ് അറിയുന്നില്ല. പക്ഷെ അതിന്റെ ആ ഉള്ളിലുള്ള മനസ്സിനെ അറിയാം, ഇന്നർ മൈൻഡിനെ അറിയാൻ പറ്റും. അമ്മ വളരെ ഹാപ്പി ആയിട്ടിരുന്നാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാനും കവിതയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, എനിക്കാണ് അവിടെ പരിചയമുള്ളത്, ഞാൻ കവിതയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ സ്ഥലത്തെ പറ്റി എനിക്ക് ഭയങ്കര പേടിയാണ്. കവിതയ്ക്ക് എന്തായിരിക്കും എന്റെ കൂടെ ഒപ്പം വരാൻ പേടിയുണ്ടാവും. അതെ. അതേസമയം ഞാനൊക്കെ ആ വഴിയിൽ വളരെ കോൺഫിഡന്റ് ആണെങ്കിലോ എന്താ സംഭവിക്കുക, ചേച്ചിക്ക് വഴിയൊക്കെ അറിയാമല്ലോ എന്നുള്ള ഒരു ഇതല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ അമ്മ വളരെ ഹാപ്പി ആണെങ്കിൽ കുട്ടിക്ക് ഫിയർ ഉണ്ടാവില്ലേ? അത് റിഫ്ലക്ട് ചെയ്യും. നമ്മളുടെ ഏതൊരു ചിന്തകളും നമ്മൾക്ക് അടുത്തുള്ളവരെ കൂടെ സ്വാധീനിക്കും. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി വരും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാര് വളരെ വളരെ ശരിയാണ്. ഇപ്പൊ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ പെരുമാറുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവരിയ്ക്കുന്ന സ്ഥലമോ അവർ കൂടുതൽ ചിലവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പോയി അറിയാതെ നമുക്ക് ദേഷ്യം വരും. അതേപോലെയാണ് അത് എല്ലാ കാര്യങ്ങളും, എല്ലാ ഫീലിങ്സും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടിയാൽ നമുക്ക് സന്തോഷം വരും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മാത്രം മനസ്സൊന്നും അല്ലേ, വിശ്വ മനസ്സിന്റെ ഭാഗമാണ്. അതെ. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞൊരു മനസ്സ് ഈ ഭൂമിയിൽ ഇല്ല. അത് വിശ്വ മനസ്സിന്റെ ഭാഗമാണ്. നമ്മുടെ തോട്ട്സ് ആണ് ഈ വിശ്വ മനസ്സായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റും നമ്മൾ പ്രസരണം ചെയ്യുന്ന വൈബ്രേഷൻസ് ആണ് ഉള്ളത്. അത് ദേഷ്യമായാലും ദുഃഖമായാലും സന്തോഷമായാലും അത് മറ്റുള്ളവരെ കൂടെ സ്വാധീനിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര്. അതാണ് അമ്മ ഹാപ്പി ആയിരിക്കണം അതാണ് അവിടുത്തെ ഒരു സയൻസ്. അതെ, അതാണ് അവിടുത്തെ സയൻസ്. ഇതെല്ലാം സയൻസ് തന്നെയാണ്. ഓക്കെ. അപ്പം നേരത്തെ നമ്മള് യോഗയും മെഡിറ്റേഷനെ കുറിച്ചൊക്കെ ഒന്ന് പരാമർശിച്ചിരുന്നു. ഈ മനസ്സിന്റെ തലത്തില്, അതായത് നമുക്കിപ്പോ എല്ലാവർക്കും ഇപ്പം ഇതുപോലെ ഇവർക്ക് ചേച്ചിയെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഈ കാര്യം അറിയാൻ പറ്റി. അപ്പം ഇതറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സഹായകമാകുമോ? തീർച്ചയായിട്ടും. ഒന്നും അറിയുന്നില്ലെങ്കിലും യോഗ പ്രാണായാമൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും സഹായകമായിരിക്കും. മനസ്സിന്റെ ഒരു യോഗ ടീച്ചറും കൂടി മനസ്സിന്റെ തലത്തിൽ അതായത് 24 മണിക്കൂറത്തേക്ക് നമ്മൾ രാവിലെ എണീറ്റ് ഒരു 6 റൗണ്ട്, മിനിമം 6 റൗണ്ട്, 6 മിനിറ്റ് മതിയല്ലോ. സൂര്യ നമസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഊർജ്ജ ശരീരം ആക്റ്റീവ് ആയിരിക്കും. ഊർജ്ജം കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യും. നമ്മുടെ എനർജി സെന്റേഴ്സ് ഒക്കെ പിന്നെ എന്താ പറയണ്ടേ, അത് പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ എനർജി സെന്റേഴ്സ് നമ്മൾക്ക് ചിന്തകള് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഈ നമ്മളെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ ഒരു സംഘാതമാണല്ലോ നമ്മുടെ മനസ്സ് ശരീരമൊക്കെ. അപ്പോൾ അത് നമ്മളുടെ ഒരു എനർജി സെന്റേഴ്സും പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ, നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ പഞ്ചഭൂതങ്ങളുടെ നമ്മളിലുള്ള സ്വാധീനം എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾക്ക് ഇന്ദ്രിയ അനുഭൂതി ഉണ്ടാകുന്നത്. പഞ്ചേന്ദ്രിയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ എങ്ങനെ ഉള്ള അനുഭവം ഉണ്ടാകുന്നു. ഇപ്പം ആകാശ എലമെന്റ് എന്ന് പറയുന്നു, നമ്മൾ പറയും സർവ്വദൈവങ്ങളുടെ സാന്നിധ്യമാണ്. ഓം എന്ന ശബ്ദമാണ് ആദ്യം ഉണ്ടായതെന്ന് പറയുന്ന അകാരങ്ങൾ ചേർന്നത്. ബൈബിളിൽ പറയുന്ന ആദിയിൽ വചനം ഉണ്ടായി എന്ന്. എന്തായാലും ഈ ശബ്ദം എന്ന് പറയുന്നത് സർവ്വദൈവങ്ങളുടെയും ഏറ്റവും
പ്യൂരിറ്റി ഉള്ള എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ ജനിക്കുന്ന സമയത്ത് നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന് പോലും ആ പ്രത്യേകത ഉണ്ടാകും. അതായത് നമ്മൾ സത്വഗുണത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ശബ്ദം കേട്ടാൽ ശബ്ദശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് ശരി. നമ്മൾ ആളിനെ കാണണ്ട, അപ്പൊ നമ്മള് അവരുടെ ശബ്ദം കേട്ടാൽ നമുക്ക് അവരുടെ ഗുണവിശേഷങ്ങൾ അറിയാൻ പറ്റും. ഭയങ്കര അതിശയകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭയങ്കര വിശ്വാസമായിട്ട് ദോഷം പഠിച്ചല്ലോ. അപ്പൊ അത് കാരണം എനിക്കിതെല്ലാം എപ്പോഴും ഇപ്പൊ പോലും 10-40 വർഷമായിട്ട് എനിക്കിതൊരു നിരീക്ഷണമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ പരിചയമുള്ള ആളുകള് പുതിയ ബോസൊക്കെ വരുമ്പോഴേ, പണ്ട് നടന്നാണ് ഒരുപാട് വർഷം മുന്നേ, 10-30 വർഷം മുന്നേ, പുതിയ ബോസൊക്കെ വന്ന് എങ്ങനെയായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കുമോ, എന്താ ഒരു വഴി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഇത് ഇങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സൗണ്ട് കേട്ടാ പറയാവുന്നു. കേൾപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ സ്വഭാവം പറഞ്ഞപ്പോ കറക്റ്റായിട്ട് ആ സ്വഭാവമായിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും പലരുടെ ശബ്ദം കേട്ടിട്ട് അങ്ങനെ നമ്മളൊരു നിഗമനത്തിലെത്തും. അത് ശരിയായി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ഒരാളെ കണ്ടപ്പോ അദ്ദേഹമാണ് എന്നോട് ഇങ്ങനെ, അദ്ദേഹം എന്റെ ഗ്രഹനില നോക്കിയിട്ട്, വളരെ പ്രായമുള്ള ഒരാളായിരുന്നു, നല്ല അറിവുള്ള ഒരാൾ, അദ്ദേഹം എന്റെ ഗ്രഹനില നോക്കിയിട്ട് ഞാനിങ്ങനെ അസ്ട്രോളജർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശബ്ദശാസ്ത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ? അതിന് ബുക്കുകളൊക്കെ കിട്ടും, വാരണാസിയില് ഒരു പുസ്തകത്തിന്റെ പേരൊക്കെ പറഞ്ഞു, അവിടെ അങ്ങനെയുള്ള ബുക്കുകൾ. അപ്പോഴേ ഞാൻ ഇതൊരു ശാസ്ത്രമാണെന്ന് അന്ന് ഒരുപാട് വർഷം മുന്നേ മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഗുണം എന്ന് പറയുന്നത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. നമ്മുടെ സൗണ്ടിന്റെ ഗുണം, അതായത് ചിലരുടെ ശബ്ദം, ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവരുടെ ശബ്ദം കേൾക്കുന്ന ഇച്ചിരി പുറകോട്ട് നിൽക്കാൻ തോന്നുന്നില്ല. അതുപോലെ അത് മാത്രമല്ല, ശബ്ദത്തിന്റെ മാധുര്യം മാത്രമല്ല, നമ്മൾ പറയുന്ന വാക്കുകള് ജൽപ്പനങ്ങളാണോ, അർത്ഥസമ്പുഷ്ടമാണോ, സത്യമാണോ, അസത്യമാണോ, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഗുണവിശേഷമാണ് നമ്മുടെ ശ്രവണേന്ദ്രിയ വ്യവസ്ഥകൾ മൊത്തം. നമ്മുടെ ഈ ശ്രവണേന്ദ്രിയത്തിൽപ്പെട്ട ഈ ചെവിയുടെ രൂപം പോലും വ്യാഴത്തിന്റെ, നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള പൊസിഷൻ അനുസരിച്ചാണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതാണല്ലോ നമ്മൾ ഈ തലക്കുറി എന്ന് പറഞ്ഞിട്ട് ചാർട്ട് വരച്ചിരിക്കുന്നത്. ഞാൻ ഒരു ചെറിയ സ്കെപ്റ്റിക്കൽ ചോദ്യം ഇവിടെ ചോദിച്ചോട്ടെ. നമ്മൾ ജനിക്കുന്ന സമയം അനുസരിച്ച് ചെവി ഉണ്ടാവുമോ, അതോ നമ്മുടെ അകത്തുള്ളപ്പം നമ്മുടെ ചെവി എങ്ങനെയാണോ അതനുസരിച്ചുള്ള സമയത്ത് നമ്മൾ ജനിക്കോ? അത് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായ മാവാണോ വാങ്ങേണ്ടിയാണോ എന്നുള്ള പോലെ തന്നെയാണ്. പക്ഷേ നമ്മള് ജനിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെയുള്ള ചെവിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ സമയം ഇപ്പൊ നമ്മൾ ചിലപ്പോ പറയില്ലേ, ഒരാൾ ജനിക്കാനുള്ള സമയം ഇനി എന്തൊക്കെ ചെയ്താലും, സിസേറിയൻ ചെയ്താലും, എന്ത് ചെയ്താലും, പ്ലാൻ ചെയ്താലും കൃത്യമായ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള സമയത്തെ ജനിക്കുള്ളൂ. നമ്മളിപ്പോ പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട്, രാവണൻ ഗ്രഹങ്ങളെയൊക്കെ യഥാസ്ഥാനത്ത് നിർത്തിയിട്ട് മേഘനാഥൻ ഉണ്ടായി എന്നാണല്ലോ പറയുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇത് രാവണനാണ് നിർത്തിയത്, പക്ഷെ നമ്മൾ നിർത്തിയിട്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളുടെ വ്യാഴം അവിടെ നിൽക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി പറയാം, ഈ വ്യാഴത്തിനെ അവിടെ നിർത്താനുള്ള പ്രവൃത്തികളും നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ വ്യാഴത്തെ കൊണ്ട്, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം സൂചിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. മുൻപേ പറഞ്ഞതുപോലെ നമ്മുടെ വിസ്തം, നമ്മളുടെ ഗുരു, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളുടെ ഈശ്വരാധീനം, ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നമുക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന, ശുഭാപ്തി വിശ്വാസം കൊടുക്കുന്ന, ഒപ്റ്റിമിസ്റ്റിക് തോട്ട് കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടെയാണ് വ്യാഴം. അപ്പൊ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് തോട്ട് വേണം. ആ പോസിറ്റീവ് തോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം, ജ്ഞാനം വേണം. അതാണ് അതിനനുസരിച്ചുള്ള കർമ്മം വേണം. ആ കർമ്മം കൊണ്ടാണല്ലോ ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ അങ്ങനെയുള്ള ആൾക്കാരെ, ആ കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് നമ്മള് പിന്നെ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് വ്യാഴത്തെ പറ്റി. അപ്പോൾ എന്തുതരം ആൾക്കാർക്കാണ് ഈ പ്രോബ്ലം, വ്യാഴം മോശമാകുന്നതെന്ന് ചോദിച്ചാൽ ഒരാൾ വളരെ നല്ല റെസ്പോൺസാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ചിലർ പറഞ്ഞു ഗുരുവിനെ നിഷേധിച്ചിട്ടാണ് ധനം നമ്മൾ ദുർവിനിയാകും, അല്ലെങ്കിൽ മോശമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ്, അങ്ങനെ നല്ല ആൾക്കാരെ ദുഃഖിപ്പിച്ചിട്ടാണ്, ദേവബ്രാഹ്മണ ദോഷം ഉണ്ടായിട്ടാണ്. ഒരാൾ മാത്രം പറഞ്ഞൊരു കാര്യമുണ്ട്, അറിവിനെ നിഷേധിച്ചിട്ടാണ്. ജ്ഞാനത്തെ നിഷേധിച്ചതും ശരിയല്ല. എത്ര കറക്റ്റായിട്ടാ പറഞ്ഞാൽ. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരു നിഷേധം അതൊരു തെറ്റാവുമോ? അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന നിഷേധം ഒരു തെറ്റല്ല. അറിവില്ലായ്മ കൊണ്ടാണ് ആത്യന്തികമായിട്ട് എല്ലാ തെറ്റും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകളുടെ ഫലം അനുഭവിച്ചിട്ടാണ് നമ്മൾക്ക് അതിൽ നിന്ന് മുക്തി ഉണ്ടാകുന്ന ഉള്ളതാണ് പതറ്റിക്കായിട്ടുള്ള കാര്യം.
ഒരിക്കലും ഒരാൾ ഒരറിവോടുകൂടി ഒരു ഇതിനും ചെയ്യില്ലല്ലോ. നമ്മൾ മാത്രമല്ല, ഏത് മനുഷ്യനും ചെയ്യില്ല. അപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചേച്ചി ഷെയർ ചെയ്തു. ഫോർ എക്സാമ്പിൾ 6 റൗണ്ട് സൂര്യ നമസ്കാരത്തോടു കൂടി നമ്മളൊരു ദിവസം ആരംഭിക്കുകയാണെങ്കിൽ നമ്മളുടെ വളരെ പോസിറ്റീവായിട്ട്, നമ്മുടെ എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഈ എപ്പിസോഡിൽ നിന്ന് കിട്ടിയ, ചേച്ചി പറഞ്ഞ് കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചോദ്യങ്ങളായി താഴെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അടുത്ത എപ്പിസോഡിൽ, വരുന്ന ഏതെങ്കിലും എപ്പിസോഡിൽ നമ്മൾ ആ ചോദ്യങ്ങൾ എടുക്കുകയും അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ചോദ്യങ്ങൾ അയക്കുക. വീണ്ടും നമുക്ക് കൂടുതൽ ജ്ഞാനവുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നന്ദി.